എന്താ സപ്പ എന്താ സർപ്പ സർപ്പ ജമാടാ എണീച്ചാ ഡാ പാഹന് എന്താ സംഭവിച്ചേ? അതൊക്കെ സ്വപ്നം കണ്ടാ? എടാ ജമാലടാ ജമാലേ പാനക്കായ തന്നെയാണ്. എന്ത് പറ്റിയ നമുക്ക്? എന്താണ് സംഭവം? ഒരാഴ്ച ആയിട്ടാ ഉറക്കം വല്ലാത്തൊരു പ്രശ്നം വയ്ക്കും. അതൊക്കെ മരിച്ച് അന്ന് മുതൽ തുടങ്ങിയാണ് എനിക്ക് ഈ പ്രശ്നം. ഞാൻ അന്ന് മരിക്കണമെന്ന് രാവിലെ ഞാൻ മൂപ്പരേറ്റ് ഒരുപാട് പ്രശ്നം ഉണ്ടായതല്ലേ. എന്നും സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ ഭയങ്കര പ്രശ്നം, ഉറക്കത്തിൻ്റെ കാര്യം വലിയ പ്രശ്നം. അപ്പോൾ ഇന്ന് കണ്ടില്ല പോയി ഉറങ്ങാൻ പറ്റുന്നില്ല, നെട്ടി ഉണരുകയാണ് ഞാൻ ഉറക്കത്തിൽ. നേരിട്ട് അത് ആലോചിച്ച് കിടന്നിട്ടാണ് ഇതൊക്കെ എന്താ ചെയ്യാം. എന്ത് മനുഷ്യനാണ് അയാൾക്ക് കുറച്ചു നേരം ഇവിടെ കയറി ഇരുന്ന് നമ്മളെ കൂടെ എൻജോയ് ചെയ്താൽ ഇങ്ങനെ ടെൻഷനൊക്കെ മാറി കിട്ടും. ഒരു ജാതി സ്വഭാവമാണ്, എന്താ ചെയ്യാ. അത് വിട് ചെയ്യാം. നമ്മക്ക് ആ വേറെ ഏതെങ്കിലും പാട്ടില്ല സുന്ദരി അത് പാടാം. സുന്ദരി നീ വന്ന ഗസലാരച്ച പെണ്ണേ കിട്ടണം. തുക എന്താപ്പോ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം? ഒന്നുമില്ലടാ, ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ ആകെ മണ്ടക്കൊച്ചു. ഒന്നുമില്ലടാ, ഒന്നുമില്ല. എന്തോ പ്രശ്നമുണ്ട്, എന്നോട് പറയേ. നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അതല്ല നല്ലത്. എന്താ ചെയ്യാ, ഒറ്റപ്പെട്ടടാ നമ്മള്. കാരണം ഇവിടെ ഒറ്റപ്പെട്ട്, റൂമിലും ഒറ്റപ്പെട്ട്, നാട്ടിലും ഒറ്റപ്പെട്ട്. എനിക്കറിയാം, റൂമിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. ഒരു അലമ്പാക്കല്, ലൈറ്റ് ഇടല്, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? നമുക്കൊരു കാര്യം ക്യാമ്പസിനായിട്ട് സംസാരിച്ചിട്ട് ആ റൂമൊന്ന് മാറ്റാൻ നോക്കാം. ആയിക്കോട്ടെ, ക്യാമ്പസിന്റെ അടുത്ത് പോകാം. ഞാനും പോരാ കൂടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതുക ഇരിക്കേ. എന്തേ? പിന്നെ എനിക്ക് റൂമൊന്ന് മാറണം. ഇപ്പോൾ ഉള്ള റൂമിൽ എന്താ പ്രശ്നം? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രാത്രി 12 വരെ പാട്ടും കൂത്തും ലൈറ്റ് ഇട്ടുകൊണ്ടുള്ള ഭയങ്കര ശല്യമാണ്. എനിക്ക് ഉറക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് എനിക്ക് റൂം മാറണം. നോക്കട്ടെ. ഉള്ള റൂമെല്ലാം ഫുള്ളാ. റൂമിന് നേരെ ഉണ്ടാവുള്ളൂ. അതെന്ത് കയറാൻ പറ്റില്ല. എനിക്ക് മേലെ ബുദ്ധിമുട്ടാണ്, കയറാൻ പറ്റില്ല. ഇവിടെ താഴെ എവിടെയെങ്കിലൊക്കെ നോക്കി നിങ്ങൾ. അപ്പം എന്താ ചെയ്യുക? അപ്പം ഇപ്പോൾ ഉള്ള റൂമിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എവിടെയെങ്കിലും വേക്കൻറ്റ് വരുമ്പോൾ ഒഴിവ് ഒരുപാട് മാറ്റിയിടാം. ഓക്കെ ഓക്കെ. എല്ലാരും ഒന്നും ഉറങ്ങിയിട്ടില്ല. ജമാൽ ഉറങ്ങി തോന്നുന്നുണ്ട്. പുറത്തൊക്കെ ഇട്ട് മൂടിക്കണതാ. എടാ ജമാല, എന്താണ് ഉറങ്ങിയ? എടാ ജമാല ഉറങ്ങല. എന്താണത് അസർപ്പ? എന്താ ചെയ്യാ? എടാ ചങ്ങായി, ഭക്ഷണത്തെ പോകുമ്പോ ഞങ്ങൾക്കൊന്നും വേണ്ട എന്റെ ഭക്ഷണം. എന്താ? അസ്സലാമു അലൈക്കും. എല്ലാം ലേറ്റ് ഒന്ന് കെടുത്താണ്. നേരെ ഒരുപാടായി, നമുക്ക് ഉറങ്ങണ്ടേ? രാവിലെ പണിക്ക് പോകാനുള്ളതല്ലേ. എന്താണ് നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞാൽ ലേറ്റ് ഒന്ന് കെട്ടാൻ? എനിക്ക് രാവിലെ എണീച്ച് പണിക്ക് പോകണ്ടേ? അത് നിങ്ങളെമാതിരി ഞങ്ങളും പണിക്കുള്ള ആൾക്കാരനല്ലേ. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രശ്നം? എന്ത് മനുഷ്യനാണ് നിങ്ങൾ? എന്ത് വെറുപ്പിക്കണത്?
സിദ്ദിഖേ ആ പാട്ടൊന്നും നിർത്തണ്ട, ലേറ്റ് ഒന്ന് ഉറപ്പായിക്കാം. മൂപ്പര് ഉറങ്ങിക്കോട്ടെ. الله لا إله إلا الله الحمد لله الذي أحيانا بعدما أماتنا وإليه النشور. എന്ത് മനുഷ്യനാണ് അദ്ദേഹം? നേരെ 4:30 ആയിട്ടുള്ളൂ. എന്താണിത്? ഉറക്കം മൊത്തം കല്ലത്താക്കി. എന്ത് മനുഷ്യനാണ് അയാൾ, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? ലൈറ്റ് കൊണ്ട് ഓണാക്കി ഇട്ടുകാണ്ട് നിങ്ങളാണ്ട് പോയി. അതേമാതിരി തന്നെ രാത്രി നീറ്റിട്ട് നിങ്ങൾ AC കുറച്ച് വെക്കണ്, അൽമാറ തുറക്കണ സൗണ്ട്, ഡോർ തുറക്കണ സൗണ്ട്, മറ്റുള്ളവർക്ക് കിടന്നുറക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നേരത്തെ പോകണമെന്ന് എഴുതിയിട്ട് ഇതൊക്കെ പരജാരാണ്. ഞാൻ നിങ്ങളോട് പറച്ചിലില്ല, നേരത്തെ ലൈറ്റ് ഓഫ് ആക്കണം, നേരത്തെ കിടക്കണം, നേരത്തെ പണിക്ക് പോകാന്നുള്ളതൊക്കെ. പിന്നെ എങ്ങനെ ചീത്തര നിങ്ങളാരാ? ചിലക്കാതെ പോ തന്തയുള്ളൂ. എന്താണ് അസർപ്പേ, എന്ത് പണി കാണിച്ച്? ദുഃഖ പോട്ടെ, സാരില്ല. ചങ്ങായിക്ക് എന്ത് തോന്നിയെന്നാവും. എന്താ ഇവരൊക്കെ എന്തെറ്റി? അബ്ദുക്ക ഇപ്പൊ അത് സാരം ചേട്ടാ. ഇപ്പോൾ പ്രശ്നങ്ങൾ ഡ്യൂട്ടിക്ക് ടൈം ആയിക്കണമെങ്കിലേ തൊട്ടിച്ചേണ്ട് പോയിക്കോളെ. അവനങ്ങനെ തന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്. അബ്ദുക്ക പോവല്ലേ, ചോറുതാ. എവിടെ ആരും എത്തിയില്ലേ? ഇല്ല, എല്ലാരും എത്തിക്കോളും, സമയമാണല്ലോ ഉള്ളൂ. ഹലോ, എന്താ അബ്ദുള്ളാക്ക് എന്താ പറ്റിയെന്നറിയാ? എന്നാ എപ്പോഴാണ്? എന്നാ ഓക്കെ. എടാ, ഞാൻ നമ്മൾ അബ്ദുഖാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേക്കണല്ല, തലറങ്ങി വീണിട്ട്. ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ പ്രഷർ കൂടെ തലകറക്ക അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇതെന്താ 10-11 ആരും ഇറങ്ങിയിട്ടില്ല? അബ്ദുക്കും വന്നിട്ടില്ലല്ലോ. മൂപ്പര് എവിടെ പോയി? എടാ, അബ്ദുക്ക പണിസ്ഥലത്ത് കുഴഞ്ഞു വിട്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടേക്കണം. എനിക്ക് ഇവർ കോള് വന്നാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ അബ്ദുഖാന്റെ വിവരം അറിഞ്ഞില്ലേ നിങ്ങൾ? തല കറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് കേട്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദുഖ മരണപ്പെട്ടു. രാവിലെ കൂടെ ഒരുപാട് ഓട്ടറാ സർക്കാടാ. 2 ദിവസം മുമ്പ് ആള് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് റൂം മാറ്റി കൊടുക്കണം, ആൾക്കടുത്ത് റൂമിൽ പ്രശ്നങ്ങളുണ്ട്, റൂം മാറ്റണം എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണേണ്ടതായിരുന്നു. നമ്മളുടെ പ്രവാസ ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ റൂമിലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പ്രായമുള്ളവർക്കൊരു പരിഗണന കൊടുക്കുന്നത് നല്ലതാണ്. നാളെ നമ്മളും പ്രായമുള്ളതാണ്. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. നാടും വീടും സ്വന്തം ആഗ്രഹങ്ങൾ പോലും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പാവം പ്രവാസികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ സമർപ്പിക്കുന്നു.